വളർത്തൽ രീതികൾ പൊതുവെ 4 തരമുണ്ടെങ്കിലും നല്ല രീതി എന്ന് പറയുന്നത് ആധികാരിക രീതിയാണ്, അഥവാ അതോറിറ്റേറ്റീവ് പേരൻറ്റിംഗ് സ്റ്റൈൽ. സന്തോഷമുള്ള, സഹകരണമുള്ള നല്ല വ്യക്തികളെ ഈ രീതിയിലൂടെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും എന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. എന്താണ് ഈ രീതി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കുട്ടികൾക്ക് സ്നേഹവും ശ്രദ്ധയും നിയന്ത്രണവും സ്വാതന്ത്ര്യവും തുല്യമായി നൽകുന്ന മാതാപിതാക്കളാണിവർ. കുട്ടികളെ ഇവർ മനസ്സിലാക്കുന്നതിനാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നു. തങ്ങളുടെ ആശയങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കാത്ത മാതാപിതാക്കൾ. കുട്ടിയെ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുന്നവർ. കുട്ടിയുടെ മനസ്സിൽ ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഒരു കുട്ടിയോട് കൂടരുതെന്ന് പറയുന്നു, കൂടിയാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നില്ല. അപ്പോൾ മാതാപിതാക്കളുടെ വിലക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി കുട്ടിയുടെ മനസ്സിൽ കിടക്കുന്നു. ഇതാണ് റിബൽ അഥവാ എതിരിടുന്ന സ്വഭാവം കുട്ടികളിൽ വളരാൻ കാരണം. പകരം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് കുട്ടിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ അവരുടെ മനസ്സിലെ ചോദ്യചിഹ്നം നമുക്ക് മാറ്റാനാകും. വഴക്കു പേടിയില്ലാതെ വളർത്തുന്നതിനാൽ ഓരോ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ധാരണകൾ അല്ലെങ്കിൽ ബോധ്യം കുട്ടികളിൽ വളർത്തുന്ന രീതിയാണിത്. അതിനാൽ കുട്ടികൾ മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. തിരുത്തലുകൾ സൗമ്യമായും സൗഹാർദ്ദപരമായും ദൃഢതയോടെയും നൽകും. കുട്ടികളുമായി തുറന്ന ആശയവിനിമയമുള്ള മാതാപിതാക്കൾ തെറ്റുകൾ കണ്ടാൽ സമൂഹ മധ്യത്തിൽ വെച്ച് തിരുത്താതെ കുട്ടികളെ ഒറ്റയ്ക്ക് വിളിച്ച് തിരുത്തലുകൾ നൽകും. പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നറിയാവുന്ന മാതാപിതാക്കളിൽ നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കാനുള്ള മാനസിക ശേഷി കുട്ടികൾ നേടും. ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കുട്ടികളെ അടിച്ചമർത്താത്ത മാതാപിതാക്കളായതിനാൽ വീട്ടിൽ തങ്ങൾക്ക് ലഭിച്ചതുപോലെ ബഹുമാനം കൊടുക്കാനും സ്വീകരിക്കാനും അവർക്ക് കഴിയും. ആത്മവിശ്വാസവും നഷ്ടപ്പെടില്ല.